സമകാലികം. സാധാരണക്കാരന്റെ വാഹനമെന്ന് ഓട്ടോറിക്ഷയെ പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട്. സ്വന്തമായി വാഹനമില്ലാത്തവരോ വാഹനം ഓടിക്കാൻ അറിയാത്തവരോ ഓട്ടോറിക്ഷകളെ ധാരാളമായി ആശ്രയിക്കുന്നു. ബസ്സുകളും മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളും ലഭ്യമല്ലാത്ത റൂട്ടുകളിലും ഓട്ടോറിക്ഷകൾ യാത്രക്കാർക്ക് ഏറെ ഗുണകരമാണ്. എന്നാൽ യാത്രാക്കൂലിയെ ചൊല്ലി ഓട്ടോറിക്ഷ തൊഴിലാളികളും യാത്രക്കാരും തമ്മിൽ തർക്കം പതിവാണ്. ഓട്ടോറിക്ഷകളിൽ പലതിലും മീറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എന്നതാണ് യാത്രക്കാരുടെ വലിയ പരാതികളിലൊന്ന്. മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്രാക്കൂലി നൽകേണ്ടതില്ലെന്ന് എഴുതിയ സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിക്കാൻ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും പിന്നീട് ആ നീക്കം ഉപേക്ഷിച്ചു. ചില പ്രതികരണങ്ങളാണ് ഇന്നത്തെ സമകാലികത്തിൽ. തർക്ക പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, തർക്കിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീറ്റർ വെച്ചിരിക്കുന്നത്. അത് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി തർക്കം ഉണ്ടാകുന്നില്ലേ? അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണമല്ലേ? പ്രശ്നം ഉണ്ടാകാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിയമാനുസൃതം മീറ്റർ പ്രവർത്തിപ്പിക്കണം എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. നിയമപരമായി മീറ്റർ തുക പുതുക്കി നിശ്ചയിക്കുന്നതിൽ വിരോധമില്ല. പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത ഒരു യാത്രക്കാരൻ. ഇവിടെ മീറ്റർ ഇട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഓട്ടോറിക്ഷ മീറ്റർ ഇട്ട് ഓടിക്കാനായിട്ട്. ശരിയാണോ? ഓട്ടോറിക്ഷക്കാരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് എന്താ വരാൻ പോകുന്നത്? ഞങ്ങൾക്ക് മീറ്റർ ഇടാതെ ഓടിക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഇവര് 10 രൂപ കൂടുതൽ മേടിക്കുന്ന, ഇവര് പറയുന്നത് 10 രൂപയല്ലേ കൂടുതൽ മേടിക്കുന്നതെന്ന് ചോദിച്ചു. 30 രൂപ അവർക്ക് ഫെയർ ഉള്ളത്. 10 രൂപ മേടിക്കുമ്പോ അതിന്റെ പെർസെന്റേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല. അത് 3 കൂടുതൽ മേടിക്കുകയാണ് അവര്. അപ്പൊ ഇവർക്ക് മീറ്ററിൽ കാശ് കൂടുതൽ വേണമെന്ന് അത് നാപ്പാക്ക് ആയിട്ടോ ആരായിട്ടോ അലച്ചിട്ട് അത് ചെയ്യാം. അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ ഇവര് മീറ്റർ ഇട്ട് ഓടണം. നാട്ടിലുള്ള നിയമം വെച്ചിട്ട് ഇവർക്ക് ബാധകമല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാകുക? അപ്പൊ ജനങ്ങളെ ഏറ്റെടുക്കണം, എന്നാലേ ഇത് മുമ്പോട്ട് പോവുള്ളൂ. അല്ലാതെ ഫ്രീ ആയിട്ട് ഓടിക്കാനോ ഇതിനൊന്നുമല്ല. ജനങ്ങൾ ഏറ്റെടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരും മീറ്റർ ഇടാതെ റോട്ടിലിറക്കാൻ പാടില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരണമെന്നാണ് എന്റെയൊക്കെ ആവശ്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ആൾക്കാരായിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്. ഈ മീറ്റർ എന്ന് പറഞ്ഞ സാധനം ഈ ഡ്രൈവറും ഈ ഇതിനകത്ത് പോകുന്ന പാസഞ്ചറും കൂടി തർക്കം വരാതെ ഇരിക്കാൻ വേണ്ടിയാണ് മീറ്റർ വെച്ചിരിക്കുന്നത്. സമൂഹത്തിലെ ഓട്ടോറിക്ഷക്കാർ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആൾക്കാരാണ്. അവര് നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യട്ടെ. അവർക്ക് ഓടുന്ന കാശ് പോകത്തില്ലെന്നുണ്ടെങ്കിൽ അവർ സർക്കാരിനടുത്ത് പറയേണ്ടത് നിയമപരമായിട്ട് നാപ്പാക്ക് അതിനായിട്ട് ആലോചിച്ചിട്ട് അവരുടെ അടുത്ത് ഫെയർ ഫിക്സ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല. ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിക്കണം എന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെയും നിലപാട്. എന്നാൽ മീറ്ററുമായി ബന്ധപ്പെട്ട് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തൊഴിലാളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് MB സ്യമന്തഭദ്രൻ. മീറ്റർ ഇടില്ല എന്ന് ഒരു തൊഴിലാളിയും പറയുന്നില്ല, ഒരു സംഘടനയും പറയുന്നില്ല. മീറ്റർ ഇട്ട് ഓടണമെന്നാണ് സംഘടന നിലപാട്. മീറ്റർ ഇട്ട് ഓടണമെന്ന് തന്നെയാണ് തൊഴിലാളിയുടെ നിലപാട്. പക്ഷെ മീറ്റർ ഇട്ട് ഓടുമ്പോൾ ഉണ്ടാകുന്നതിന് പ്രയാസങ്ങളുണ്ട്. 2022 നിരക്ക് വർധനവ് കൊണ്ടുവന്നത്. ആ നിരക്ക് വർധനവിനകത്ത് 1.5 കിലോമീറ്ററിന് 30 രൂപ, തുടർന്ന് വരുന്ന ഓരോ കിലോമീറ്ററിനും 15 രൂപ, മടക്കയാത്രക്ക് 15ന്റെ പകുതിയും വാങ്ങാം, അങ്ങനെയാണ്. പക്ഷെ മീറ്ററിൽ 1.5 കിലോമീറ്ററിന്റെയും തുടർന്നുള്ള ഓരോ കിലോമീറ്ററിന്റെയും മാത്രമേ മീറ്ററിൽ സെറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അധിക കിലോമീറ്റർ വരുന്നത് തൊഴിലാളി ചോദിക്കുമ്പോൾ മീറ്ററിൽ കാണുന്ന കൂലിയും അത് തമ്മിൽ സാമ്യം ഉണ്ടാവില്ല. അപ്പൊ യാത്രക്കാർ തർക്കിക്കും. ഇതാണ് വിഷയം. അതുകൊണ്ട് മൾട്ടിമീറ്റർ സംവിധാനത്തിലേക്ക് വരണം. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്ന മൾട്ടിമീറ്റർ സമ്പ്രദായം വന്നാലാണ് യാത്രക്കാർക്കും തർക്കം ഉണ്ടാവില്ല, തൊഴിലാളിക്ക് വരുമാനം കുറയുകയില്ല. പിന്നെ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീറ്റർ ഇട്ട് ഓടുമ്പോൾ ശ്രദ്ധിക്കാത്തുള്ള വിഷയം, പട്ടണപ്രദേശങ്ങളിൽ ഈ യൂട്ടേൺ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ നീളമുള്ള യൂട്ടേൺ ഉണ്ട്. ആ യൂട്ടേൺ ഓടി വരുമ്പോൾ ഇന്ധനം കത്തിപ്പോവുകയാണ്. അതിന്റെ പൈസ യാത്രക്കാരോട് വാങ്ങാൻ പറ്റില്ല. പിന്നെ സിഗ്നൽ ജംഗ്ഷനുകളിൽ ഉണ്ടാകുന്ന സിഗ്നൽ ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലേ നിർത്തുന്നത്, ഓഫ് ചെയ്ത് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയത്തും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ധനം കത്തിപ്പോവും. അതും ആ തൊഴിലാളിക്ക് നഷ്ടമാണ്. അപ്പൊ അതും യാത്രക്കാരോട് വാങ്ങാൻ പറ്റില്ല. പിന്നെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ട്രാഫിക് ജാം ഉണ്ടാവും. അത് കിലോമീറ്റർ ദൂരത്തിൽ നിരങ്ങി ഇങ്ങനെ ഓടി പോകുമ്പോൾ എത്ര പൈസ ആ തൊഴിലാളി നഷ്ടം വരുന്നത്. അപ്പൊ അതൊക്കെ കണക്കാക്കിയിട്ടൊരു യാത്രക്കാരന് ആകർഷിക്കാൻ കഴിയുന്ന കൂലി ഉണ്ടാവണം. ഡ്രൈവർമാർക്ക് സാമ്പത്തികമായി നഷ്ടമില്ലാത്ത ഇതുണ്ടാവണം. അപ്പൊ ഇരുകൂട്ടർക്കും തൃപ്തമായ കൂലി കൊടുത്താലേ യാത്രക്കാരെ ആകർഷിക്കാൻ പറ്റുള്ളൂ, ഡ്രൈവർമാരുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ നിലയ്ക്കൊരു സംവിധാനം വരണം. ഒറ്റപ്പെട്ട രീതിയിൽ ചില തൊഴിലാളികൾ കാശ് അധികം വാങ്ങുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് മൊത്തം തൊഴിലാളിയുടെ തലയിൽ കെട്ടിയ ഓട്ടോറിക്ഷക്കാരാകെ മോശക്കാരാണ് എന്ന് പറയും. പക്ഷേ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യം പോകുന്ന ആളാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളി. തെരുവിലൊരു ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം ഓടിയെത്തി ആ പരിക്കേറ്റവനെ ആശുപത്രിക്കുന്നത് ഈ തൊഴിലാളികളാണ്. അപ്പൊ അവരെ പിടിച്ചുപറിക്കാരും മോശപ്പെട്ടവരായി പൊതുവിൽ ചിത്രീകരിക്കുകയാണ് സമൂഹത്തിനകത്ത്. അവർക്ക് ഇപ്പോ 2022 ഗവൺമെന്റ് നിരക്ക് വർദ്ധിച്ചു. അതിനുശേഷം വന്നിരിക്കുന്ന പെട്രോൾ ഡീസൽ വില വർധനവ് എത്ര ശതമാനത്തിന് വർധനമാണ്? അതിന് ആനുപാതികമായി കൂലി അവർക്ക് കിട്ടുന്നില്ല. എന്നിട്ടോ പൊതുപ്രചരണം ഈ തൊഴിലാളികളാകെ മോശമാണ് നിർവ്വഹത്തിലാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് പൊതുവൽക്കരിച്ചുകൊണ്ട് പറയുന്ന രീതിയോട് നമുക്ക്
ഉപയോഗിക്കാനാവില്ല. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് മീറ്റർ ഇടില്ല എന്ന് ഒരു തൊഴിലാളിയും പറയുന്നില്ല. മീറ്റർ ഇടണമെന്നാണ് എല്ലാ സംഘടനയും പറയുന്നത്. ഞാൻ ആധികാരികം പറയുന്നത് എന്റെ സംഘടന നിലപാട് മീറ്റർ ഇട്ട് ഓടാവൂ, മീറ്റർ കാണുന്ന പൈസ വാങ്ങാൻ പാടുള്ളൂ. ആരെങ്കിലും 5-10 രൂപ സ്വയം കൂടുതൽ കൊടുത്താൽ വാങ്ങിക്കോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ബലമായ ആരോടും കൂടുതൽ വാങ്ങാൻ പാടില്ല. പക്ഷെ ഇവര് മീറ്റർ വർക്ക് ചെയ്താലും ഈ പറയുന്ന യൂട്ടിംഗ് സമ്പ്രദായവും ട്രാഫിക് ബ്ലോക്കും ജാമും ഒക്കെ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ തൊഴിലാളിക്കുണ്ട്. മീറ്റർ പ്രകാരമുള്ള യാത്രാക്കൂലി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സംഘടനകൾ മുഖേന സർക്കാരുമായി ചർച്ച നടത്തി നിരക്ക് വർദ്ധിപ്പിക്കുവാനാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ശ്രമിക്കേണ്ടത്. മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത് നിയമലംഘനം തന്നെയാണ്. കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, ലോ ആൻഡ് ഓർഡർ ആൻഡ് ട്രാഫിക് അശ്വതി ജിജി. അതെ, മീറ്റർ ഇട്ട് ഓടണം എന്നുള്ളത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, അതുപോലെ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 ഇതിലെല്ലാം പറയുന്നുണ്ട്. ഇതിലെല്ലാം അപ്രോപ്രിയേറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പം ഓട്ടോറിക്ഷാസ് മീറ്റർ ഇട്ട് തന്നെ ഓടേണ്ടതാണ്. ആ മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് സിറ്റി ലിമിറ്റിൽ അല്ലെങ്കിൽ ഏത് ലിമിറ്റിലാണെങ്കിലും ഓടാനുള്ള പെർമിറ്റ് വരെ കൊടുക്കുന്നത്. ഡ്രൈവേഴ്സിനോട് പറയാനുള്ളത്, ഇവർ പറയുന്നത് ട്രാഫിക് ആണ്, അതുപോലെ യു ടേൺ കുറെ ദൂരം കഴിഞ്ഞിട്ടാണ് എടുക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഈ മീറ്റർ റേറ്റ് ഇട്ട് ഓടാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് അവർ പറയേണ്ടത് ഗവൺമെന്റിനോടാണ് ഈ റേറ്റ്സ് റിവൈസ് ചെയ്യാൻ പറയേണ്ടത്. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ നിയമം എൻഫോഴ്സ് ചെയ്യാനാണ്. നമുക്ക് അതാണ് പറ്റുള്ളൂ. റേറ്റ് കറക്റ്റ് അല്ലെങ്കിൽ അവരുടെ യൂണിയൻ വഴി അവര് കൺസേൺഡ് അതോറിറ്റിയിലോട്ട് എത്തിച്ച് ഈ റേറ്റ്സ് റിവൈസ് ചെയ്ത് വാങ്ങിക്കണം. അല്ലാതെ മീറ്റർ ഇടാതെ ഓടുന്ന ഒരു പരിഹാരമല്ല. ഈ മീറ്റർ ഇട്ട് ഓടും എന്നും പറഞ്ഞാണ് അവർ ലൈസൻസ് സിറ്റിയിൽ ഓടിക്കാനുള്ള പെർമിറ്റ് തന്നെ വാങ്ങുന്നത്. പൊതുജനങ്ങളോട് പറയാനുള്ളത്, മീറ്റർ ഇടാതെ ഓട്ടോ ഓടുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ ചാലഞ്ച് ചെയ്യാം. മീറ്റർ ഇടാതെ ഓടുന്നത് എന്നിട്ട് നമുക്ക് 112 വിളിച്ചാൽ പോലീസ് വരും. ഇതെല്ലാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാവും. അല്ലെങ്കിൽ ഫോർമൽ കംപ്ലൈന്റ് ആയിട്ട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലും പോകാം. ഇത്രയും നമുക്ക് ചെയ്യാം. യാത്രാ നിരക്കുകളെക്കുറിച്ചുള്ള യാത്രക്കാരുടെ അജ്ഞത ഓട്ടോ തൊഴിലാളികളുമായുള്ള തർക്കത്തിന് പലപ്പോഴും കാരണമാകാറുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനയുടെ പ്രതിനിധി നാലാഞ്ചിറ ഹരി. തിരുവനന്തപുരം തന്നെ ഉദാഹരണത്തിന് എടുക്കാം. കോർപ്പറേഷൻ പരിധി 100 വാർഡായി വികസിച്ചു. ഇപ്പൊ 101 ആവാൻ പോകുന്നു. നഗരത്തിൽ ഒരു 5 കിലോമീറ്റർ വരെ ഈ മീറ്ററിൽ കാണുന്ന പൈസയ്ക്ക് ഓടാൻ കഴിയും. അത് കഴിഞ്ഞ് വരുന്ന കാലിയടിച്ച് അവന്റെ സ്റ്റാൻഡിലേക്ക് വരേണ്ടതായിട്ട് വരും. അതിന് 5 കിലോമീറ്റർ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മീറ്റർ ചാർജിൽ നിന്ന് പോകാൻ കഴിയില്ല. എന്നാൽ മേജർ മുനിസിപ്പാലിറ്റിയും നഗരസഭയും ഒഴിച്ച് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ മീറ്ററിൽ കാണുന്ന മിനിമം ചാർജ് പോയിട്ടുള്ളതിന് അഡീഷണൽ ആയിട്ട് 50% വാങ്ങാമെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഗസറ്റ് വിജ്ഞാപനവും ഉണ്ട്. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നഗരപ്രദേശങ്ങളിൽ രാത്രി 10 മണി തൊട്ട് 5 മണി വരെ മടക്കയാത്ര ഇല്ലെങ്കിൽ 50% വാങ്ങാമെന്നും, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ മേജർ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിൽ രാത്രി 10 മണിക്ക് ശേഷം രാവിലെ വെളുപ്പാങ്കാലം 5 മണി വരെ മടക്കയാത്ര ഇല്ലെങ്കിൽ ഫുൾ റിട്ടേൺ വാങ്ങാമെന്നും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എന്നാൽ പല യാത്രക്കാർക്കും ഇതറിയില്ല. മീറ്ററിൽ കാണുന്ന പൈസ കൊടുത്തു പോകുന്ന യാത്രക്കാർക്കുണ്ട്. അങ്ങനെ തൊഴിലാളിയും യാത്രക്കാരുമായി തർക്കമുണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ആ നിയമം ഫെയർ സ്റ്റേജ് വണ്ടിയിൽ പ്രദർശിപ്പിക്കാനും അത് തൊഴിലാളി അതിന്റെ കൃത്യമായ തുക വാങ്ങാനും യാത്രക്കാരൻ കൃത്യമായ തുക കൊടുക്കാനും ബാധ്യസ്ഥരാണ്. പലപ്പോഴും യാത്രക്കാരും തൊഴിലാളിയുമായി തർക്കമുണ്ടാകുന്ന ഈ പണത്തിന്റെ കാര്യത്തിലായിരിക്കും. അതായത് യാത്രക്കാർക്ക് തന്നെ അറിയില്ല, രാത്രി 10 മണി കഴിഞ്ഞാൽ മടക്കയാത്രയില്ലെങ്കിൽ ഫുൾ റിട്ടേൺ കൊടുക്കണമെന്നും പഞ്ചായത്ത് പ്രദേശങ്ങളിൽ, സിറ്റി നഗരം മേജർ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് പോലെയുള്ള പ്രദേശങ്ങളിൽ മീറ്ററും മിനിമം ചാർജ് പോയിട്ട് 30 രൂപ പോയിട്ട് ബാക്കി വരുന്ന എത്രയാണോ അതിന്റെ 50% കൊടുക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ യാത്രക്കാർക്ക് അറിയില്ല. ചില യാത്രക്കാർക്ക്, എല്ലാവർക്കും അല്ല, ചില യാത്രക്കാർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ തർക്കത്തിന് ഇടവരാറുണ്ട്. അതുപോലെ ഇന്ന് ആനപ്പെരുപ്പം അല്ല എന്റെ യഥാർത്ഥ ഇന്നത്തെ പ്രധാന വിഷയം തൊഴിലാളിയെ സംബന്ധിച്ച്. ഇന്ന് വണ്ടിയിൽ കയറാൻ ഓട്ടോറിക്ഷയിൽ കയറാൻ യാത്രക്കാർ കുറവാണ്, പാസഞ്ചേഴ്സ് കുറവാണ്. അതിൽ 2-3 പ്രധാന കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ജില്ലയുടെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ആദ്യം കുത്തകകൾ അന്വേഷിച്ച് അതുവഴി ഓട്ടം പിടിച്ചു പോകും. അപ്പം സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് യാത്രക്കാരെ കിട്ടാതെ വരും. അതുകൊണ്ട് അവന്റെ വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരുന്നു. നിലവിലുള്ള ഓട്ടോറിക്ഷ യാത്രാ നിരക്കുകൾ വിശദീകരിക്കുന്നു ആലപ്പുഴ RTO രമണൻ. മെയ് 2022 മുതൽ നിലവിൽ വന്ന ഗവൺമെന്റ് ഉത്തരവ് നമ്പർ 14/2022 അതുപ്രകാരം ഓട്ടോറിക്ഷകൾക്ക് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. മിനിമം 1.5 കിലോമീറ്റർ ദൂരം ഓടുന്നതിന് മിനിമം ചാർജ് 30 രൂപ ഒരു യാത്രക്കാരിൽ നിന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഈടാക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കിലോമീറ്ററിനും അധികമായി 15 രൂപ നിരക്കിൽ ഈടാക്കാം. അല്ലെങ്കിൽ 1 രൂപ 50 പൈസ നിരക്കിൽ വെച്ച് ഓരോ 100 മീറ്ററിനും ഈടാക്കാം. ഇതാണ് നിലവിൽ യാത്രക്കാരിൽ നിന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഈടാക്കാൻ പറ്റുന്ന ചാർജ്. ഇങ്ങനെയാണ്. അഡീഷണലായി രാത്രികാലങ്ങളിൽ, അതായത് 10 മണിക്ക്
മണിക്കും 5 മണിക്കും ഇടയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരിൽ നിന്ന് മീറ്ററിൽ കാണുന്നതിന്റെ കൂടാതെ അതിന്റെ എത്ര രൂപയാണോ മീറ്ററിൽ കാണുന്നത് അതിനേക്കാൾ അധികമായി 50% കയറ്റ് കൂടി കൊടുക്കേണ്ടതാണ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് എന്നീ കോർപ്പറേഷനുകളും കണ്ണൂർ, പാലക്കാട്, കോട്ടയം എന്നീ പ്രധാനപ്പെട്ട ടൗണുകളും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ പകൽ സമയം 5 മണി മുതൽ രാത്രി 10 മണി വരെ ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് മീറ്ററിൽ കാണുന്ന ചാർജിന് പുറമെ തുകയുടെ 50% അധികമായി നൽകണം. ഇരുവശത്തേക്കുമാണ് യാത്രയെങ്കിൽ മീറ്ററിൽ കാണുന്ന ചാർജ് മാത്രം കൊടുത്താൽ മതി. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള യാത്രാ താരിഫ്. യാത്രക്കാരിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഈടാക്കാവുന്ന തുക ഇതാണ്. അതുപോലെ തന്നെ പാർക്കിങ്ങിന് 10 രൂപ 15 മിനിറ്റിനകത്തേക്ക് ഈടാക്കാം. അതുപോലെ തന്നെ മാക്സിമം ഒരു ദിവസം 250 രൂപ വരെ ഒരു ദിവസം പാർക്കിങ്ങിന് ഈടാക്കാവുന്നതാണ്. ഇതാണ് നിലവിലുള്ള ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന താരിഫ്. സംസ്ഥാനത്ത് ഒട്ടാകെ ഒരൊറ്റ യാത്രാനിരക്ക് നിശ്ചയിക്കുന്ന രീതിയിൽ നിന്ന് മാറി ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ പരിഗണിച്ച് വ്യത്യസ്ത നിരക്കുകൾ നിലവിൽ വരുത്തുകയാണ് വേണ്ടതെന്ന് നിരീക്ഷിക്കുന്നു സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ ഡി ധനുരാജ്. ഓട്ടോറിക്ഷ പൊതുഗതാഗതത്തിന്റെ തുടർച്ചയായ കണ്ണിൽപ്പെടുന്ന ഒരു സംവിധാനമാണ്, ഒരു മോഡാണെന്ന് മനസ്സിലാക്കുകയാണ് ഇതിന്റെ പ്രാഥമികമായ ഒരു ഘടകം. രണ്ടാമത്, ഈ ഓട്ടോറിക്ഷ ഫെയർ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? നമ്മൾ പരമ്പരാഗതമായി ഫിക്സ് ചെയ്യുന്നത് സംസ്ഥാന തലത്തിൽ ഒരു ഒറ്റ ഫെയർ ആണ് നമ്മൾ ഫിക്സ് ചെയ്ത് വരുന്നത്. അതൊരു പക്ഷേ കാലം മാറി അതിനനുസരിച്ച് കാലോചിതമായ പരിഷ്കാരം നമ്മൾ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഓട്ടോറിക്ഷ ഫെയർ പഴയതുപോലെ ടു ആൻഡ് ഫ്രോ എന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓട്ടോറിക്ഷ പൊതുഗതാഗതത്തിന്റെ ഭാഗമായി നമ്മൾ കണക്കാക്കുകയും അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ടെക്നോളജി വഴി നമുക്ക് ഈ ഓട്ടോറിക്ഷക്കാരുടെ വരുമാനവും ജനങ്ങൾക്ക് ഒരുപാട് സേവനവും ലാഭവും ഉണ്ടാക്കുന്ന രീതിയിൽ ആ സർവീസിനെ പുനഃക്രമീകരിക്കുന്നതിനും ഇന്നത്തെ കാലഘട്ടത്തിൽ സാധ്യമാകേണ്ടതാണ്. അപ്പൊ അവിടെ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓട്ടോറിക്ഷ ഫെയർ എങ്ങനെ ഫിക്സ് ചെയ്യുന്നുള്ളത്. ഒരു സംസ്ഥാനത്ത് ഒരേ ഒരു ഓട്ടോറിക്ഷ ഫെയർ എന്ന് പറയുന്നത് വളരെ അനവസരത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ എപ്പോഴും പഠനത്തിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോ സിറ്റിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ചില സിറ്റികളിൽ വാഹനങ്ങളുടെ ബാഹുല്യം കാരണം ഓട്ടോറിക്ഷ ഒരുപാട് സമയമെടുത്തിട്ടാണ് നിശ്ചിത സമയത്തെത്തുന്നത്. അതേസമയം തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ചില ഗ്രാമപ്രദേശങ്ങളിൽ മിനിറ്റുകൾ കൊണ്ട് കുറേയധികം കിലോമീറ്ററുകൾ താണ്ടിയെത്താൻ പറ്റും. ഓട്ടോറിക്ഷ ഫെയർ ലോക്കലായിട്ട് തീരുമാനിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അതിൽ തന്നെ മാറി വരുന്ന നിരക്ക് വർധനവ്, ഫ്യൂവൽ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഡീസൽ വിലയിൽ ഉണ്ടാകുന്ന വർധനവ്, മറ്റ് നഗരത്തിലെ തിരക്ക് കാരണം ഉണ്ടാകുന്ന കൺജഷൻ തുടങ്ങിയ എല്ലാ കാരണങ്ങളും കൊണ്ടും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെ വരുമാനത്തിൽ കുറവുണ്ടാവാം. ഇത് കീപ് അപ്ഡേറ്റിംഗ്, അതായത് സൈമൾട്ടേനിയസ്ലി ആയിട്ട് അതിനെ ഫെയറിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇല്ലാത്ത പക്ഷം ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെ ലാഭത്തെക്കാൾ ഉപരിയായി അവരുടെ ഒരു സർവൈവലിന്റെ ഭാഗമായിട്ട് പോലും പലപ്പോഴും മീറ്ററുകൾ ഇടാതെ തന്നെ കൂടുതൽ പണം ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു നഗരത്തില് എത്രത്തോളം ഓട്ടോ ആവാം, അതിനൊരു പെർമിറ്റ് വേണോ, ഇത്ര നമ്പർ ഓട്ടോസ് മാത്രമേ പാടുള്ളൂ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഡിബേറ്റുകളൊക്കെ ഇന്ത്യയിലെ പല സിറ്റികളിലും നടക്കുന്നുണ്ട്. പെർമിറ്റ് സിസ്റ്റം പഴയ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. കാരണം നമ്മൾ ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്കൊരിക്കലും നഗരത്തിൽ ഓടിക്കാൻ പെർമിറ്റ് ആവശ്യമില്ല. പക്ഷെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പെർമിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കാറുകൾ ഉപയോഗിക്കുമ്പോൾ പെർമിറ്റ് വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ പൊതു ആവശ്യത്തിനായി ഓട്ടോറിക്ഷ എല്ലാവരുടെയും പൊതുഗതാഗതത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ ഉപയോഗിക്കുമ്പോൾ അതിന് പെർമിറ്റ് വേണമെന്നുള്ളതും ഒക്കെ കാലോചിതമായി പരിഷ്കരിക്കേണ്ട ചില നിയമ പോളിസി നിർമ്മാണ മേഖലയാണെന്ന് കൂടി ഞാൻ ഊന്നി പറയുന്നു. ഓട്ടോറിക്ഷകൾ ഇന്നത്തെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഓട്ടോ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് രമ്യമായ പരിഹാരങ്ങൾ ഉണ്ടാക്കുവാൻ സർക്കാർ മുൻകൈയെടുക്കണം. അതേസമയം നിയമലംഘനം ഒരു പരിഹാരമല്ലെന്ന് മനസ്സിലാക്കി മീറ്റർ പ്രവർത്തിപ്പിക്കാനും യാത്രക്കാരോട് മാന്യമായി പെരുമാറുവാനും എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളും തയ്യാറാകണം. യാത്രക്കാരാകട്ടെ ഓട്ടോറിക്ഷക്കാരോടുള്ള ശത്രുതാപരമായ സമീപനം ഒഴിവാക്കുവാനും പൊതുഗതാഗത സംവിധാനങ്ങൾ തിരഞ്ഞെടുക്കുവാനും ശ്രമിക്കണം. പൊതുനിരത്തുകളിൽ നിന്ന് സംഘർഷങ്ങളും തർക്കങ്ങളും വിട്ടൊഴിഞ്ഞ് സമാധാനം പുലരട്ടെ. സമകാലികം.